ഹലോ, അവർ ടേസ്റ്റിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് എൻ്റെ വീട്ടിലുള്ളൊരു കുഞ്ഞു പോൾട്രി ഫാമാണ്. അപ്പം അതൊന്ന് കാണാം. അപ്പോൾ ഇതാണ് എൻ്റെ ചെറിയ ഫാം. കണ്ടോ, ഇവിടെ ഈ ഭാഗത്ത് പൂവൻകോഴിയാണുള്ളത്. പിന്നെ ഇതിന് നേരെ പുറകിൽ നാടൻ പെടക്കോഴികളുണ്ട്. പിന്നെ ബാക്കി ബീട്രേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള മുട്ടക്കോഴികളുണ്ട്. ടോട്ടൽ ഒരു 300 കോഴിയുണ്ട്. പിന്നെ എൻ്റെ കയ്യിൽ കുറച്ച് കരിങ്കോഴികളുണ്ട്. ഇത് ഒറിജിനൽ കരിങ്കോഴിയാണ്, അതുകൊണ്ട് ഞാൻ വേറെ കോഴിയിൽ നിന്നൊക്കെ മാറ്റിയിട്ടതാണ്, മിക്സ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട്. കരിങ്കോഴിയാണ്, കണ്ടോ, പൂവും സ്കിന്നും ബോണും ബ്ലാക്ക് ആയിരിക്കും. ഇത് ഭയങ്കര പോഷകാംശമുള്ളതാണ്. ഇതിൻ്റെ മുട്ട മാത്രമാണ് വൈറ്റ് കളറോ അല്ലെങ്കിൽ ഒരു ലൈറ്റ് ബ്രൗൺ കളറാണ് വരുന്നത്. നല്ല ഭംഗിയാണ് കാണാൻ. ഇതാണ് മുട്ടക്കോഴികൾ. BV380 എന്ന് പറയുന്ന മുട്ടക്കോഴികളാണിത്. ഇതിൻ്റെ മുട്ട ഒരു തവിട്ട് കളറിലാണ് വരുന്നത്, അതായത് ലൈറ്റ് ബ്രൗൺ കളറിൽ. ഇവരാണ് കൂടുതൽ എൻ്റെ കയ്യിലുള്ളത്. ഇവർക്ക് ഇപ്പോൾ കൊടുക്കുന്ന ഫീഡ് തീറ്റ ലേർമാഷാണ്. അത് ഒരു കോഴിക്ക് 100 ഗ്രാം വീതം കൊടുക്കണം. തണുപ്പ് കാലത്താണെങ്കിൽ നമ്മളൊരു 120 ഗ്രാം വരെ കൊടുക്കണം. കരിങ്കോഴിക്കും നാടൻ കോഴിക്കും ലേർമാഷും തവിടും കൂടി മിക്സ് ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. ഈ BV380 കൊണ്ടുവരുന്ന സമയത്ത് 2 മാസമുള്ള സമയത്ത് നമ്മൾ ഗ്രോവർ എന്ന് പറഞ്ഞിട്ടുള്ള തീറ്റയാണ് കൊടുക്കുന്നത്. പിന്നെ ഒരു 5 മാസം മുട്ടടാനാകുന്ന സമയത്താണ് നമ്മൾ ലെയർമാഷ് കൊടുക്കുന്നത്. BV380ക്ക് ഈ ലെയർമാഷ് എന്ന് പറഞ്ഞ തീറ്റയല്ലാതെ വേറെ ഒരു തീറ്റയും കൊടുക്കാൻ പാടില്ല. ചില ആൾക്കാർ തവിട് കൊടുക്കുന്നുണ്ട്, പുല്ല് കൊടുക്കാന്നൊക്കെ പറയുന്നുണ്ട്. വേറെ ഒരു തീറ്റയും കൊടുക്കാൻ പാടില്ല. അവരെ തീറ്റ മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. ഇത് ഞാൻ പറയാൻ കാരണം പല വീഡിയോസിലും ഈ കോഴികൾക്ക് പച്ച ഇലകളും കൊടുക്കാമെന്ന് പറയുന്നുണ്ട്. അപ്പം അത് ഞാൻ തുടക്കത്തിൽ ഇതൊന്ന് ട്രൈ ചെയ്തിരുന്നു. അപ്പം മുട്ട വളരെ കുറവായിരുന്നു. അങ്ങനെ ഞാനൊരു ദിവസം കുറച്ച് മുന്നെയാണ്, എനിക്ക് അത്രേ ഓർമ്മയുള്ളൂ, എക്കോ ഓൺ മീഡിയ എന്ന് പറഞ്ഞിട്ടൊരു ചാനലിൽ പ്രശാന്ത് എന്ന് പറഞ്ഞിട്ടൊരു സാറ് സംസാരിക്കുന്നുണ്ടായിരുന്നു. അതായത് BV3 ഹാച്ചറി ആയിട്ട് ഏറ്റവും അടുത്ത ബന്ധമോ അവിടെ എന്തോ ഒരു കറക്റ്റ് ബന്ധമുള്ള ഒരാളാണ്, ഇതിനെ പറ്റി എല്ലാ അറിവുള്ള ഒരാളാണ്. അപ്പോൾ ആ സാറ് പറഞ്ഞതിന് ശേഷമാണ് ഞാൻ കറക്റ്റ് ഫീഡ് കൊടുക്കാൻ തുടങ്ങിയത്. അതായത് ഇതിൻ്റെ ഫീഡ് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ എന്നുള്ളതും പിന്നെ തണുപ്പ് കാലത്ത് കുറച്ച് കൂട്ടി കൊടുക്കണം എന്നുള്ളതും ഇത് ഞാൻ പരീക്ഷിച്ചതിലാണ് എനിക്ക് കറക്റ്റായിട്ട് മുട്ട കിട്ടാൻ തുടങ്ങിയത്. ഇത് കരിങ്കോഴി മുട്ടയാണ്. ഈ കളറിലും വരുന്നുണ്ട്, പിന്നെ തനി വൈറ്റ് കളറിലും വരുന്നുണ്ട്. ഇങ്ങനെ ഈ 2 കളറിലാണ് കിട്ടുന്നത്. ഇത് BV380 മുട്ടയാണ്, അതായത് ഈ കളറിലാണ് വരുന്നത്. ഇത് നാടൻ കോഴികളാണ്. പിന്നെ ഹസ്ബൻഡിൻ്റെയും മകൻ്റെയും അച്ഛൻ അമ്മ ഇവരെയൊക്കെ നല്ല സപ്പോർട്ടോട് കൂടിയാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. അവർക്ക് നല്ല ഇഷ്ടവുമാണ്, നല്ല സപ്പോർട്ടുമാണ്. മാർക്കറ്റിൽ ഒരു വർഷത്തിൽ 1 ലക്ഷത്തോളം കോഴിമുട്ട എത്തിക്കാൻ കഴിയുന്നുണ്ട് ഇവരൊക്കെ സപ്പോർട്ടോട് കൂടിയിട്ട്. ഇത് എൻ്റെ വീടിൻ്റെ മുകളിൽ ടെറസിലാണ് ഞാൻ ഇത് വളർത്തുന്നത്. അത് എനിക്കൊരു സേഫായിട്ടൊരു സ്ഥലം കിട്ടി, അപ്പോൾ ഞാൻ അതിലങ്ങ് നോക്കി. പുറത്താകുമ്പോൾ എനിക്ക് അത്ര സേഫായിട്ട് തോന്നിയില്ല. ആദ്യം ഞാൻ താഴെ 24 കോഴീനെ വെച്ചിട്ടായിരുന്നു തുടങ്ങിയത്. പിന്നെ അത് 50ആയി, 100ആയി. അപ്പോൾ ഇങ്ങനെ കൂടി വന്നപ്പോൾ ഞാൻ ഇവിടെ മുകളിൽ ഷീറ്റൊക്കെ ഇട്ട് ഈ ചെയിൻ ലിങ്കൊക്കെ കെട്ടി നല്ല സേഫാക്കിയിട്ട് ഇവിടെ വെച്ചു. അപ്പം ഏത് സമയമാണെങ്കിലും എനിക്ക് നോക്കാമല്ലോ. അങ്ങനെ ഞാൻ ഇത് ഇവിടെ സ്റ്റാർട്ട് ചെയ്ത് ഇപ്പം 300 കോഴികളാണുള്ളത്. അതിൽ കുറച്ച് നാടൻ കോഴികളുണ്ട്, നാടൻ പൂവനുണ്ട്, പെടയുണ്ട്. പിന്നെ BV380 എന്ന് പറഞ്ഞിട്ടുള്ള മുട്ടക്കോഴികളാണുള്ളത്. പിന്നെ ഇത് കുറച്ച് സിമ്പിളാണ് നോക്കാൻ, കാരണം വെള്ളമൊക്കെ ഓട്ടോമാറ്റിക്കാണ്. പിന്നെ ഇങ്ങനത്തെ ഹൈടെക് കേജ് ആയതുകൊണ്ട് നമ്മളെ നാടൻ കൂടിനേക്കാളും ഹൈടെക് കേജിൽ നോക്കാൻ കുറച്ചും കൂടി എളുപ്പമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഈ ഹൈടെക് കൂടാകുമ്പോൾ നമുക്ക് തീറ്റ കൊടുക്കാനും വെള്ളത്തിനും എല്ലാം നല്ല സിമ്പിളായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. കാരണം വെള്ളത്തിൻ്റെ കാര്യമാണെങ്കിൽ നിപ്പിളുണ്ട് അതിൽ. പിന്നെ തീറ്റ കൊടുക്കുന്നത് നമ്മൾ അതിൻ്റെ ഒരു ഇതുണ്ടല്ലോ, ഫ്രണ്ടിലൊരു പാത്തി ഉണ്ട്, അതിലാണ് തീറ്റ ഇട്ട് കൊടുക്കുന്നത്. മുട്ടയാണെങ്കിൽ അതിൽ അവരെ കൂട്ടിൽ നിൽക്കില്ല, അതങ്ങ് താഴേക്ക് വന്നോളൂ. അപ്പം നമുക്ക് പുറത്തുനിന്ന് എടുക്കാനാണെങ്കിൽ എളുപ്പമാണ്. ഞാൻ 2 മാസമായ കോഴിക്കുഞ്ഞുങ്ങളെയാണ് വാങ്ങാറ്. 180 രൂപ കൊടുത്തിട്ടാണ് വാങ്ങുന്നത്. പിന്നെ ഇവിടെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഒരു 5.5 മാസം ആകുമ്പോൾ മുട്ടയിട്ട് തുടങ്ങാറുണ്ട്.
നാടൻ കോഴിയാകുമ്പോൾ ചിലപ്പോൾ 6 മാസം വരെ വരും. നമ്മൾ എപ്പോഴും ഇത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കുറച്ച് കോഴിയിൽ നിന്ന് വേണം തുടങ്ങാൻ. ഞാൻ ആദ്യം ഒരു 24 എണ്ണത്തിനായിരുന്നു വാങ്ങിയത്, അറിയാമല്ലോ. പിന്നെ ഞാൻ കുറച്ച് കൂട്ടിയതാണ്. എന്നാലും എനിക്ക് തുടക്കം കുറച്ച് കോഴികളൊക്കെ ചത്തു പോയിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതിനെ പറ്റി പഠിക്കാൻ ശ്രമിച്ചു. ഡോക്ടേഴ്സിൻ്റെ അടുത്തുനിന്നും ഇത് കോഴീനെ വളർത്തുന്ന ആൾക്കാരുടെ അടുത്തുനിന്നൊക്കെ മെല്ലെ ഞാൻ പഠിച്ച് ഇപ്പോൾ അതാ 300 കോഴിയിലെത്തി നിൽക്കുന്നുണ്ട്. ഇപ്പം അങ്ങനെ കോഴിക്ക് അസുഖങ്ങളൊന്നുമില്ല. ഇതിൻ്റെ തീറ്റ കറക്റ്റായിട്ട് കൊടുത്താൽ കുറേയൊക്കെ അസുഖങ്ങളിൽ നിന്നും മുക്തി നേടാമെന്നാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസ്. പിന്നെ ഈ കോഴികൾക്ക് കൃത്യമായിട്ടുള്ള വാക്സിൻ കൊടുക്കണം. അത് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട്. ചെക്ക് ചെയ്യേണ്ടവർക്കൊന്ന് ചെക്ക് ചെയ്യുക. പിന്നെ നമ്മൾ ഈ കോഴീനെ വളർത്തുമ്പോൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് നമ്മളെ മാർക്കറ്റാണ്. നമുക്ക് ഈ മുട്ട എവിടെ കൊടുക്കാന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം. എനിക്ക് 25ഓളം ഔട്ട്ലെറ്റുകളുണ്ട്. അതിൽ വീട്ടിൽ വന്നെടുക്കുന്നവരുണ്ട്, നമ്മൾ കുറച്ച് പുറത്തും കൊടുക്കുന്നുണ്ട്. നാടൻ കോഴിക്ക് 10 രൂപ ഉണ്ട്, കരിങ്കോഴിക്ക് 20 to 30 വരെ കിട്ടുന്നുണ്ട്. BV3 8 to 9. വീട്ടിലിരിക്കുന്ന വീട്ടമ്മമാർക്ക് 300 കോഴീനെ വളർത്തണം എന്നൊന്നും ഞാൻ പറയുന്നില്ല. ചുരുങ്ങിയത് ഒരു 50 കോഴീനെ വളർത്തുകയാണെങ്കിൽ സിമ്പിളായിട്ട് നമുക്ക് വളർത്തുകയും ചെയ്യാം. വീട്ടിലെല്ലാ കാര്യങ്ങളും നടക്കും. രാവിലെ അപ്പോൾ ഒരു അരമണിക്കൂർ, വൈകുന്നേരം ഒരു അരമണിക്കൂർ, പിന്നെ ആഴ്ചയിൽ ഒരിക്കലും എന്തെങ്കിലും ഒരു ക്ലീനിങ് പരിപാടി ഉണ്ടെങ്കിൽ അതിനൊരു അരമണിക്കൂർ, അത്രയും സമയം എടുക്കുന്നുള്ളൂ. പിന്നെ ഇതിലെല്ലാം പുറമെ നമുക്ക് നല്ല സാധനം ഉപയോഗിക്കാമല്ലോ. നമ്മളുണ്ടാക്കുന്നൊരു സാധനം എന്ന് പറഞ്ഞാൽ അത് നമുക്ക് വിശ്വസിച്ച് ഉപയോഗിക്കാമല്ലോ. ഈ BV3 മുട്ട എന്ന് പറഞ്ഞാൽ അതിൽ omega-3 ഫാറ്റി ആസിഡ് ഉണ്ടെന്ന്, ആറ്റ് കുറവാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള മുട്ട നമുക്ക് നമ്മളെ കുട്ടിക്ക് കൊടുക്കാമല്ലോ. BV3 എന്ന് പറഞ്ഞ മുട്ടക്കോഴി അതിൻ്റെ ലൈഫ് ടൈമിൽ 320 മുട്ടയാണ് ഇടുന്നത്. നമുക്കിപ്പോൾ ഒരു 100 കോഴി ഉണ്ടെങ്കിൽ ഒരു ദിവസം 70-80 അത്രയ്ക്ക് മുട്ട കിട്ടും. അപ്പോൾ 300 കോഴി ഉണ്ടെങ്കിൽ ഒരു 270, 250, 270 ഇടയ്ക്കായിട്ട് കിട്ടും. വീട്ടമ്മമാർക്ക് വീട്ടിലിരുന്നിട്ട് ചെറിയൊരു വരുമാനം ഉണ്ടാക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു മാർഗ്ഗമാണിത്. ഒരു 50 കോഴികളെങ്കിലും നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ചെറിയൊരു വരുമാനം എപ്പോഴും കയ്യിലുണ്ടാവും. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക്